ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇൻസ്റ്റാ പ്രൊഫൈൽ എഡിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ ഇവിടെ ഇൻസ്റ്റാ പ്രൊഫൈൽ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈലിലുള്ള പിക്സാർ ടാപ്പ് ഓപ്പൺ ചെയ്യണം. പിക്സാർ ടാപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് പിക്സാർ ടാപ്പ് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. പിന്നെ നിങ്ങൾ പിക്സാർ ടാപ്പിൽ കയറി പിന്നെ നിങ്ങൾക്കവിടെ പ്ലസിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത പിന്നെ നിങ്ങൾക്കവിടെ കുറേ ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഫോട്ടോയാണോ ഇൻസ്റ്റാ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യേണ്ടത്, ആ ഫോട്ടോയിനെ അവിടെ നിന്ന് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോയിനാണ് അവിടെ നിന്ന് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്ത പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫേസ് ആയിരിക്കും അവിടെ ലോഡായി എത്തുന്നത്. പിന്നെ നിങ്ങൾ ബാക്കോട്ട് വരണം. ബാക്കോട്ട് വന്ന പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറണം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറി പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ നിന്ന് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുത്ത പിന്നെ നിങ്ങൾ നേരെ പിക്സാർ ടാപ്പിൽ കയറണം. പിക്സാർ ടാപ്പിൽ കയറിയ പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കവിടെ ആഡ് ഫോട്ടോയിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ മുമ്പിൽ തന്നെ നിങ്ങൾ എടുത്ത സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫേസ് ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങൾക്കവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ആ ഫോട്ടോയിൽ ആഡ് ആവും. പിന്നെ നിങ്ങൾ ആ സ്ക്രീൻഷോട്ടിനെ സൂം ചെയ്യണം. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫേസ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്കവിടെ ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന പോലെ അവിടെ ക്രോപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കവിടെ ഒരു റൈറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫേസ് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ വീണ്ടും ആ സ്ക്രീൻഷോട്ടിനെ സൂം ചെയ്യണം. പിന്നെ നിങ്ങൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണം. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ ബ്ലിൻഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ കുറേ ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്കവിടെ സ്ക്രീൻ എന്ന ഓപ്ഷനിൽ അത് മാറ്റി കൊടുക്കണം. പിന്നെ നിങ്ങൾക്കവിടെ റൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത പിന്നെ നിങ്ങൾക്കവിടെ ഈ ഫോട്ടോയിനെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നിങ്ങൾക്കവിടെ ഡൗൺലോഡിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ് ആവും. പിന്നെ നിങ്ങൾക്ക് ഇന്നർ മാർഗത്തിലും സേവ് ചെയ്യാൻ സാധിക്കും. അതിനായി അവിടെ ആരോയിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആഡൊക്കെ വരും. പിന്നെ നിങ്ങൾക്കവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും, സേവിൻ്റെയും ഷെയറിൻ്റെയും. നിങ്ങൾക്കവിടെ സേവിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്കവിടെ രണ്ട് ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് സേവിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഗാലറിയിൽ സേവ് ആവും. ഇപ്പോൾ നമുക്ക് ഗാലറിയിൽ ഒന്ന് കയറി നോക്കാം ഫോട്ടോ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഫോട്ടോ ഇവിടെ ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.